ഞാനിപ്പോൾ ഉള്ളത് ദുബൈയിലാണ്. ദുബൈയിൽ കാരുണ്യ താരോദയത്തിൻ്റെ ഇഫ്താർ സംഗമമാണ് നടക്കാൻ പോകുന്നത്. അപ്പം ആ ഇഫ്താർ സംഗമത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്കിവിടെ നടക്കുന്ന വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. നമസ്കാരമുണ്ട് സാർ. നമ്മുടെ 5ാമത് കാരുണ്യ താരോദയത്തിൻ്റെ നോമ്പ് തുറ കിൻഷിപ്പിൽ നടക്കുവാണ്. അപ്പോൾ ഈ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം എല്ലാവർക്കും എത്താൻ സാധിച്ചില്ല. വന്ന ആൾക്കാർ സന്തോഷമുണ്ട്. പിന്നെ എത്ര ഒരു വരുമെന്ന് അറിയില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുവരെ വിജയിച്ചു, പിന്നെ അങ്ങോട്ടും വിജയിക്കും എന്നുള്ളൊരു ഇതൊക്കെ എൻ്റെ എല്ലാത്തിലും പങ്കേരുന്നവരാണ്. എൻ്റെ ഒപ്പം എല്ലാത്തിനും ഉള്ളവരാണ്. വളരെ സന്തോഷം, വളരെ മനോഹരം. ഇത്രയും ഒത്തിച്ചു കൊടുത്ത എല്ലാവർക്കും വളരെ സന്തോഷം. നമ്മുടെ കാരുണ്യ താരോദയത്തിൻ്റെ ഒരു റമദാൻ ഇഫ്താർ സന്തോഷം. എല്ലാവരും വന്നതിനും കണ്ടതിനും അതേപോലെ എല്ലാവരെയും വളരെ സന്തോഷം. കാരുണ്യ താരോദയത്തിൻ്റെ ഇഫ്താർ സംഗമത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അപ്പം ആ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. കാരുണ്യ പ്രോഗ്രാമിന് ഞങ്ങൾ കൂടുതൽ ആൾക്കാർ വരണമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാവരും പല തിരക്കിലും കാര്യങ്ങളും ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കേ വരാൻ പറ്റിയിട്ടുള്ളൂ. വന്നതിൽ എല്ലാവരും ഇപ്പോൾ ഇതിൽ പങ്കെടുത്തതിലും കാരുണ്യോദയത്തിനോടും ഞങ്ങൾ ചങ്ങാതി എന്നായാൽ കണ്ണാടി വേണ്ട ഗ്രൂപ്പിൻ്റെ എല്ലാവരോടും നന്ദി പറയുകയാണ് ഞാൻ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. في رمضان كريم علينا وعليكم إن شاء الله، الجالية الهندية اللي موجودة هنا في الإمارات، وإحنا نرحب فيكم. وهذا شيء طيب وجميل إن اليوم إن شاء الله تكون على هذه المائدة الطيبة، ولكم إن شاء الله التوفيق. And welcome to UAE, because UAE he love all India. Because all India, he love UAE. Thank you so much. Ramadan Kareem. എല്ലാവർക്കും റമദാൻ കരീം. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് നിറസാന്നിധ്യമായിട്ട് ഞാൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ആളുകളുടെ എണ്ണം കൂടുക എന്നല്ലാതെ അത് ഭയങ്കര ഒരു കൂട്ടായ്മ ഈ ഒരു പരിപാടിയിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഇവിടെ ഒരുപാട് ആളുകൾ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ എല്ലാവർക്കും റമദാൻ കരീം.
ഹായ് സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മുടെ കാരുണ്യ താരോദയം ഗ്രൂപ്പിൻ്റെ 5ാമത് ഇഫ്താർ പാർട്ടി ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളിന്ന് എല്ലാ വർഷവും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ എത്താറുണ്ട്. നമുക്കറിയാം കാരുണ്യ പ്രവർത്തികളാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ സ്റ്റെല്ല ചേച്ചി. നമ്മുടെ സ്റ്റെല്ല ചേച്ചിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാരുണ്യം, നമുക്ക് UAE വന്നിട്ട് ഒത്തിരി ലേഡീസിന് ഒത്തിരി സഹായമായി മാറുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. ഇപ്പം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒത്തിരി കാരുണ്യ പ്രവർത്തനമായിട്ട് ഒരു മുന്നോട്ട് പോകട്ടെ. ഇനിയുള്ള ഇങ്ങനെയുള്ള ജാതിമത ഭേദമന്യേ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നോമ്പ് തുറയൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ ഈ ഒരു ഗ്രൂപ്പിന് സാധിക്കുമെന്ന് അറിയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. പ്രവാസനോത്ത് ഇങ്ങനെയാണ്, നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായിട്ട് ഒരു കുടുംബമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു നോമ്പ് തുറക്കുമ്പോൾ നമുക്കിട്ടൊരു മനസ്സിന് സന്തോഷമുണ്ട്, പല സ്ഥലത്തു നിന്നുള്ളവർ ഒരുമിച്ച് ചേർന്ന്. അപ്പം എന്തായാലും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും. സുലൈ ചേച്ചി, ഇനിയുള്ള നിങ്ങളുടെ ഈ കാരുണ്യ താരോദയ ഗ്രൂപ്പിന് എല്ലാവിധ പ്രാർത്ഥന അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നല്ല നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പോടൊപ്പം നല്ലതായിട്ട് തന്നെ ദൈവത്തിന്റെ കാരണം എപ്പോഴും ഉണ്ടാവും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാ വർഷവും നമ്മൾ സ്റ്റെല്ല ചേച്ചിയോടൊപ്പം ഈ കാരുണ്യ ഗ്രൂപ്പിനോടൊപ്പം നോമ്പ് തുറ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഈ വർഷവും നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. താരോദയം എപ്പോൾ തുടങ്ങി? 5 വർഷം മുന്നെയാണെന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷം മുതൽ തന്നെ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ആ സമയത്ത് എന്താ പറയുക, 10 ആൾക്കാരാണെങ്കിൽ പിറ്റത്തെ വർഷം 20 ആൾക്കാർ, ഇപ്പം 5ാമത്തെ വർഷത്തിൽ ഇരട്ടി ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം എൻ്റെ ഹോട്ടലിൽ വെച്ച് നടത്താൻ വേണ്ടി ഞാൻ അല്ലാഹു തആലയോട്. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് ഈ കാരുണ്യ താരോദയം എന്ന ഗ്രൂപ്പിൻ്റെ ക്ഷണപ്രകാരം കലാക്ഷേത്ര എന്ന ഗ്രൂപ്പിൽ നിന്നെത്തിയ അംഗങ്ങളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ രക്ഷാധികാരിയാണ് ശ്രീ ജോളിച്ചേട്ടന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവരൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ ഭംഗിയായ രീതിയിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാനും എല്ലാവരുമായിട്ടും ഇടപഴകാനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുമായിട്ടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബന്ധങ്ങൾ പുതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു നല്ല തുടക്കമാണ്. നമ്മൾ ഈ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വലിയൊരു അസറ്റാണ്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും എല്ലാ പരിപാടിക്കും നമ്മൾ ഒന്നിച്ച് സഹകരിക്കും. എല്ലാവരുമായിട്ട് ഈ ഒരു യൂണിറ്റി നമുക്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. പുള്ളിക്കാരി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നതിനും എല്ലാവരുമായിട്ട് കണ്ട് സംസാരിക്കുന്നതിനും കൂടെ നിർത്തുന്നതിനും ശ്രമിക്കുന്നുണ്ട്. വന്ന പോലെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷങ്ങളിലും തുടർന്നുള്ള വർഷങ്ങളും നമ്മൾ ഇതുപോലെ സഹകരിക്കുമെന്ന് പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാരുണ്യ താരോദയത്തിൻ്റെ 5ാമത് നോമ്പ് തുറയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങൾ കാരുണ്യ താരോദയത്തിൻ്റെ 5ാമത് നോമ്പുതുറയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന സഞ്ചാരി സൗഹൃദ കൂട്ടായ്മ എന്നൊരു ഗ്രൂപ്പിൻ്റെ അംഗങ്ങളാണ്. ഞങ്ങൾ കുറച്ചധികം പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കാരുണ്യ താരോദയത്തിൻ്റെ നോമ്പുതുറയ്ക്ക് ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാത്തിലും സന്തോഷം, പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മുടെ താരോദയം ഗ്രൂപ്പിൻ്റെ 5ാമത്തെ ഇഫ്താർ പാർട്ടി ആയിരുന്നു ഇന്ന്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇഫ്താർ പാർട്ടി നടന്നത്. അപ്പോൾ അതിലേക്ക് ക്ഷണിച്ച ചേച്ചിക്കും ബാക്കി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മളൊരു താരോദയത്തിൻ്റെ ഒരു സോങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റഷീദത്താണ് സോങ് വരികൾ എഴുതിയിട്ടുള്ളത്. ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാനുവാണ് ആ സോങ് പാടുന്നത്. അപ്പോൾ നമ്മുടെ മിക്കവാറും മെയിലും നമുക്ക് അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. താരോദയം ഗ്രൂപ്പിൻ്റെ 5ാമത്തെ നോമ്പ് തുറയാണ് ഈ വർഷത്തെ. എന്നെ ക്ഷണിച്ചത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിനായ സ്റ്റെല്ല ചേച്ചിയാണ്. ഈ നോമ്പ് തുറക്ക് ഇവിടെ വരാൻ സാധിച്ചത്, എന്നെ ക്ഷണിച്ചത്. ഈ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നെ ഇവിടെ ഇത് ഗ്രൂപ്പിൻ്റെ ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ സ്റ്റെല്ല ചേച്ചി എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് പാടുന്നത്. ഇതിൻ്റെ സംഗീതം നൽകിയത് ഹക്കീമാണ്, പ്രിയ സുഹൃത്ത്. പിന്നെ ഒരു ഫീമെയിലും കൂടിയുണ്ട്, അവർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.